ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും സീരീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് SSLC ഫിസിക്സ് 2025-26 ലെൻസസ് എന്ന ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം വരെയാണ് എത്തി നിൽക്കുന്നത്. അതിന്റെ ബാക്കി പാർട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം തൊട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കോൺവെക്സ് ലെൻസിൽ പഠിച്ചതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ കാര്യത്തിലും 3 കേസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിഭ്രജിപ്പിക്കുന്ന ലെൻസ് ആണ് അല്ലെ. അതായത് ഡൈവേർജ്, ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുന്ന, അകന്നു പോകുന്ന, വിഭ്രജിപ്പിക്കുന്ന ലെൻസ് ആണ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു ലൈറ്റ് റേ, പ്രകാശരശ്മി കോൺകേവ് ലെൻസിൽ പാരലായിട്ട് വന്ന് പതിക്കുന്നു. സമാന്തരമായിട്ട് വന്ന് പതിക്കുമ്പോൾ അത് അപവർത്തനത്തിന് ശേഷം എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അകന്നു പോകും അല്ലെ. ഡൈവേർജ് ചെയ്യിപ്പിക്കും, വിഭ്രജിപ്പിക്കും. അപ്പൊ അത് അകന്നു പോകുന്നു. എന്നാൽ ആ അകന്നു പോകുന്ന രശ്മി നമ്മൾ പുറകോട്ട് വരച്ചാൽ അത് എവിടെ മുട്ടണം? ഫോക്കസില് മുട്ടണം. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, ഒരു കോൺകേവ് ലെൻസിനെ അടുത്ത പ്രകാശരശ്മി എങ്ങനെയാണ് വരുന്നത്? ഓപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം നോക്കി വരികയാണ് അല്ലെ. പ്രകാശിക കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ കോൺവെക്സ് ലെൻസിൽ പറഞ്ഞതുപോലെ തന്നെ യാതൊരു മാറ്റവും സംഭവിക്കില്ല. ആ ഓപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രത്തിലേക്ക് വരുന്ന പ്രകാശരശ്മി അതുപോലെ തന്നെ കടന്നു പോകും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു പാരലായിട്ട് വരികയാണെങ്കിൽ അത് ഡൈവേർജ് ചെയ്ത് പോകും, അകന്നു പോകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു ലൈറ്റ് റേ ഫോക്കസ് നോക്കി വരികയാണ് കേട്ടോ. അങ്ങനെയാവുമ്പോ എന്ത് സംഭവിക്കും? പാരലായിട്ട് വരുന്ന ഒരു ലൈറ്റ് റേ അകന്നു പോകുക അല്ലേ. അത് പുറകോട്ട് വരയ്ക്കുമ്പോൾ ഫോക്കസിൽ മുട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഫോക്കസ് നോക്കി വരുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനത്തിന് ശേഷം അത് പാരലായിട്ട് പോകും അഥവാ സമാന്തരമായിട്ട് പോകും. ഈ 3 കേസസും നിങ്ങൾ മനസ്സിൽ ഓർമ്മിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രതിബിംബ രൂപീകരണം അഥവാ ഇമേജ് ഫോർമേഷനിലേക്ക് പോകാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ 6 പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ കോൺകേവ് ലെൻസിൽ ഈ 1 മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ശ്രദ്ധയോടെ നോക്കിക്കേ, ഇവിടെയാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓബ്ജക്ട് ബിറ്റ്വീൻ 2F ആൻഡ് F. വസ്തു എവിടെയാണ്? 2F-നും F-നും ഇടയിലാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ നോക്കിക്കേ, പാരലായിട്ട് കടന്നു വരുന്നു. അതെന്ത് ചെയ്യുന്നു? വിഭ്രജിക്കുന്നു. കോൺകേവ് ലെൻസ് വിഭ്രജിപ്പിക്കുന്ന ലെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ അത് ഡൈവേർജ് ചെയ്ത് അകന്നു പോകുന്നു അല്ലെ. പക്ഷെ ആ അകന്നു പോകുന്നതല്ല, നമ്മള് പുറകോട്ട് വരച്ചാൽ എവിടെ മുട്ടണോന്ന് പറഞ്ഞു? ഫോക്കസിൽ മുട്ടണോന്ന് പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് റേ എന്ന് പറയുന്നത് ഓപ്റ്റിക് സെന്ററിലേക്ക് പോകുന്നു അല്ലെ. ഓപ്റ്റിക് സെന്ററിലേക്ക് പോകുന്ന റേ അങ്ങനെ തന്നെ കടന്നു പോകും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 2 പോയിന്റ് കൂട്ടിമുട്ടിയത് ഇവിടെയല്ലേ. അപ്പൊ കൂട്ടിമുട്ടുന്നിടത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസില് 1 മാത്രം, F-നും ലെൻസിനും ഇടയിലുള്ളത് മാത്രമാണ് പ്രതിബിംബം എവിടെ രൂപപ്പെട്ടത്? സെയിം സൈഡിൽ തന്നെ രൂപപ്പെട്ടത് അല്ലെ. ഇവിടെ നോക്കിക്കേ, കോൺകേവ് ലെൻസിന്റെ കേസില് പ്രതിബിംബം സെയിം സൈഡിൽ തന്നെ ആയിരിക്കും രൂപപ്പെടുന്നത്. അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് സെയിം സൈഡിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ, ഈ രൂപപ്പെട്ട പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഇമേജ് ഫോംഡ്? എന്തൊക്കെയാണ് സവിശേഷതകൾ? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇത് എവിടെയാണ്? ആദ്യമേ പറഞ്ഞു, ലെഫ്റ്റ് ആണെങ്കിൽ LB, റൈറ്റ് ആണെങ്കിൽ RR. അതുപോലെ ഇവിടെ ലെഫ്റ്റ് ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോ അതെന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും അല്ലെ. അഥവാ മിഥ്യ പ്രതിബിംബമായിരിക്കും. വിർച്വൽ അഥവാ മിഥ്യ പ്രതിബിംബമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇറക്റ്റ് ആണ് അല്ലെ. ഇറക്റ്റ് അഥവാ നിവർന്നത് അല്ലെ. നോക്കിയേ, നേരെ പ്രതിബിംബം കിട്ടിയിരിക്കുന്നേ. ഇറക്റ്റ് അഥവാ നിവർന്നതാണ്. ഇമേജ് കമ്പയർ ടു ദി ഒബ്ജക്ട് നോക്കിയിട്ട് എന്താണ്? അതായത് ഈ ഒബ്ജക്റ്റിന്റെ സൈസും വെച്ച് നോക്കുമ്പോൾ ഇമേജിന്റെ സൈസ് എന്താണ്? സ്മോൾ ആണ് അല്ലെ, ചെറുതാണ് അല്ലെ.
കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അതായത് കാർട്ടീഷ്യൻ ചിഹ്നരീതി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാനൊന്ന് മനസ്സിലാക്കി തരാം. വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടോളൂ. അതായത് കോൺവെക്സ്, ആദ്യം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് മറുവശത്തായിരിക്കും. കോൺകേവ് ലെൻസിനാണെങ്കിൽ സെയിം സൈഡ് തന്നെ ആയിരിക്കും. അതായത് അതേ വശത്ത്. ഇപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഒബ്ജക്റ്റീവ് ഇവിടെയാണെങ്കിൽ അതിന്റെ ഫോക്കസ് മറുവശത്തായിരിക്കും. കോൺകേവ് ലെൻസിന് ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ അതിന്റെ ഫോക്കസും സെയിം സൈഡിൽ തന്നെ ആയിരിക്കും. ഇനി ഒബ്ജക്റ്റിന്റെ വശം, അതായത് വസ്തു ഇരിക്കുന്ന വശം നെഗറ്റീവായിട്ട് എടുക്കണം. നെഗറ്റീവായിട്ട്. അതിന്റെ ഓപ്പോസിറ്റ് എതിർവശം അല്ലെങ്കിൽ മറുവശം എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അതുപോലെ തന്നെ മുകളിലേക്ക്, അതായത് ഈ ഒപ്റ്റിക് ആക്സിസ് ഇല്ലേ, പ്രകാശിക അക്ഷം, അതിന് മുകളിലേക്ക് പോസിറ്റീവായിട്ട് എടുക്കണം. അതിന് താഴേക്ക് നെഗറ്റീവായിട്ട് എടുക്കണം. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, യു എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? യു എന്താണ്? പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് അഥവാ വസ്തുവിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത്. ഇവിടെ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരമാണ്. എല്ലാ ദൂരങ്ങളും നമ്മൾ മെഷർ ചെയ്യുന്നത്, അളക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നുമാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് ഫോക്കൽ ലെങ്ത്. ഇവിടെ നോക്കിയേ, ഇത് കോൺവെക്സ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ, കോൺവെക്സ് ലെൻസിന് ഫോക്കസ് എവിടെയാണ്? മറുവശത്താണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് എവിടെയായിരിക്കും? ഇവിടെ നിന്നോട്ടാണോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫോക്കസ്? ഇവിടെയും ഒരു ഫോക്കസ് ഉണ്ട് അല്ലേ? ആ ഫോക്കസിലേക്കാണോ അളക്കുന്നത്, അതോ ഇവിടുന്ന് ഈ ഫോക്കസിലേക്കാണോ? മറുവശത്തേക്കുള്ള ഫോക്കസിലേക്കാണ് ദൂരം അളക്കുന്നത്, ഫോക്കൽ ലെങ്ത് അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓയിൽ നിന്നും ഈ ഫോക്കസ് വരെയുള്ള ദൂരമാണ് എന്ത്? ഫോക്കസ് ദൂരം. ഇനി HI എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഫോംഡ്, അതായത് ഉണ്ടായ പ്രതിബിംബത്തിന്റെ ഹൈറ്റ് ആണ് എന്ത്? HI എന്ന് പറയുന്നത്. HO എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ് എന്നും താഴേക്കാണെങ്കിൽ നെഗറ്റീവ് എന്നും ഞാൻ പറഞ്ഞില്ല. അതെന്താണ്? കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആയിരിക്കും അല്ലെ? അത് തലകീഴായിരിക്കും. അപ്പൊ അതിന്റെ ദൂരം നമ്മൾ താഴേക്കല്ലേ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. അപ്പൊ താഴേക്കാവുമ്പോ അത് നെഗറ്റീവും, മുകളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മുകളിലേക്കുള്ളത് എന്ത്? പോസിറ്റീവും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ഇരിക്കട്ടെ. ഓക്കെ. ബി എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ഇരിക്കട്ടെ. ഓക്കെ. HI എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, HO എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. ഇതിലൊന്ന് സൈൻ കൊടുത്തു നോക്കാം നമുക്ക്. ഓക്കെ. അങ്ങനെയാണ് യു എന്ന് പറയുന്നത് എവിടെയാണ്? നോക്കേ, ഒബ്ജക്റ്റിന്റെ വശം, അതായത് ഒബ്ജക്റ്റ് ഉള്ള വസ്തു ഇരിക്കുന്ന വശം എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു? നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശമല്ലേ? അപ്പൊ യുവിന് എന്ത് സൈൻ കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും അല്ലേ? ഇനി നോക്കിയേ, ബിക്ക് എന്ത് സൈൻ കൊടുക്കും? ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം ഇത് മറുവശമല്ലേ? മറുവശം ആവുമ്പോ എന്ത് കൊടുക്കും? പോസിറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ 100 എന്ന് പറയുന്നത് പോസിറ്റീവ് 100. ഇനി അങ്ങനെയാണ് ഫോക്കൽ ലെങ്തിനോ? അതും മറുവശത്തല്ലേ? അപ്പൊ അത് 20 എന്നിരിക്കട്ടെ. അതിന് എന്ത് സൈൻ കൊടുക്കും? പോസിറ്റീവ് സൈൻ കൊടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് നോക്കിക്കേ. താഴേക്ക് എന്താന്ന് ഞാൻ പറഞ്ഞു? താഴേക്ക് നെഗറ്റീവ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നതിന് എന്ത് സൈൻ കൊടുക്കും? -4 സെന്റിമീറ്റർ. ഇനി HO, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് കൊടുക്കും? എന്ത് സൈൻ കൊടുക്കും? 1 സെന്റിമീറ്ററിന് എന്ത് സൈൻ കൊടുക്കും? മുകളിലേക്കാണെങ്കിൽ എന്താന്ന് ഞാൻ പറഞ്ഞു? പോസിറ്റീവ്. മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ HO പോസിറ്റീവ് 1 സെന്റിമീറ്റർ. അപ്പൊ സൈൻ കൊടുക്കുന്നത് മനസ്സിലായില്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം നെഗറ്റീവ് അല്ലെ? മറുവശം പോസിറ്റീവ്. ഓക്കെ. ഇനി മുകളിലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും. ഓക്കെ അല്ലേ? ഇനി ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? അപ്പോ അതിന്റെ എതിർവശത്തായിരിക്കും എന്ത്? ഒബ്ജക്റ്റിന്റെ മറുവശത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മള് ഇമേജ് ഫോക്കൽ ലെങ്ത് ഏതെടുക്കും? ഈ സൈഡിലേക്ക് എടുക്കും അല്ലെ? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഈ ഫോക്കസിലേക്കുള്ള ദൂരം എടുക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ.
ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെ, അതിന്റെ മറുവശത്താണല്ലോ. അപ്പൊ എഫിന് എന്ത് സൈൻ കൊടുക്കും? പോസിറ്റീവ് കൊടുക്കും അല്ലെ. ഇനി അടുത്ത യു എന്ന് പറയുന്നത് നോക്കേ, ഒബ്ജക്റ്റും പ്രകാശ കേന്ദ്രവും തമ്മിലുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ആ 20 സെന്റിമീറ്ററിന് എന്ത് സൈൻ കൊടുക്കും? അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശമല്ലേ, അപ്പൊ നെഗറ്റീവ് സൈൻ കൊടുക്കും. ഇനി ബി എന്ന് പറയുന്നത് തന്നെ മറുവശത്തല്ലേ, ഇമേജിലേക്കുള്ള ദൂരം നോക്കിക്കേ, അതിന് എന്ത് സൈൻ കൊടുക്കും? പോസിറ്റീവ് 100 സെന്റിമീറ്റർ. കേട്ടോ, ഇനി നോക്കി എച്ച് ഒയും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും നോക്കാം. എന്ത് സൈൻ കൊടുക്കുക? എച്ച് ഒ എന്ന് പറയുന്നത് എവിടെയല്ലേ? മുകളിലേക്ക് പോസിറ്റീവ് അല്ലേ, അപ്പൊ പോസിറ്റീവ് 1 സെന്റിമീറ്റർ. ഇവിടെ നോക്കി എച്ച് ഐ എന്ന് പറയുമ്പോ താഴേക്ക് നെഗറ്റീവ്, അപ്പോ എച്ച് ഐ എന്ന് പറയുന്ന നെഗറ്റീവ് 4 സെന്റിമീറ്റർ. ഇപ്പൊ മനസ്സിലായോ? അതായത് ഇവിടെ എങ്ങനെയാക്കി, ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അപ്പൊ ഇൻസിഡന്റ് റേ എവിടെ ഇങ്ങോട്ട് വരും, പതനരശ്മി ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ മറുവശത്താണ് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ രണ്ട് സൈഡിലാണെങ്കിലും ഇതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ മനസ്സിലായോ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലെൻസ് സമവാക്യം അഥവാ ലെൻസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ലെൻസിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f = 1/v - 1/u. ഇത് മസ്റ്റ് ആയിട്ടും കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഇതിൽ നിന്നും എഫ് കാണുവാനും വി കാണുവാനും യു കാണുവാനും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ 3 ഇക്വേഷൻസ്. ഇത് നിങ്ങൾക്ക് ഡെറിവേഷൻ നിന്ന് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യും, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യും, ഇതിനെ മേളിലേക്ക് ഇൻറ്റു ചെയ്ത് മൈനസ് കൊടുത്ത് ഇതിനെ മേളിലേക്ക് ഇൻറ്റു ചെയ്ത് അങ്ങനെ എഴുതി അങ്ങനെ ഡിറൈവ്. അത് നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇത് എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് നിങ്ങൾ ഈ 3 ഇക്വേഷൻസും ഇതുൾപ്പെടെ ഇത് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അന്നേരം എഫ് ഇത് തന്നെ എഫ് കാണാനുള്ള ഇക്വേഷൻ യു ഇൻറ്റു വി ബൈ യു മൈനസ് വി. വി കാണാനാണെങ്കിലോ യു ഇൻറ്റു എഫ് ബൈ യു പ്ലസ് എഫ്. യു കാണാനാണെങ്കിലോ എഫ് ഇൻറ്റു വി ബൈ എഫ് മൈനസ് വി. അപ്പൊ ഇക്വേഷൻ പഠിച്ചല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവും. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ എവേ ഫ്രം എ കോൺവെക്സ് ലെൻസ്. അപ്പൊ ഒരു ഒബ്ജക്ട് കോൺവെക്സ് ലെൻസിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെ വെച്ചിരിക്കുന്നത് പറയുന്നു. എ റിയൽ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് 40 സെന്റിമീറ്റർ എവേ ഫ്രം ലെൻസ്. ലെൻസിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ ഒരു യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എത്ര? 40 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്താ പറയുന്നത്, ഇത് ജസ്റ്റ് ഒരു പിക്ചറൈസ് ചെയ്ത് നോക്കാം. അത് നമുക്കൊന്ന് ഈ പറയുന്ന കാര്യം നമ്മളൊന്നൊരു ഇമേജ് ഒരു ഡയഗ്രാം ആയിട്ട് വരച്ചു നോക്കാം. ഇവിടെ എത്ര ലെൻസ് എന്നാണ് പറയുന്നത്? കോൺവെക്സ് ലെൻസ്. അപ്പൊ നമുക്ക് വരയ്ക്കാം കോൺവെക്സ് ലെൻസ് അല്ലേ. ഇത് പ്രകാശിന്റെ അക്ഷര ഒപ്റ്റിക് ആക്സസ്. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് 20, അതായത് 20 സെന്റിമീറ്റർ അകലെ ഒരു ഒബ്ജക്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശിക കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? യു ആണ് അല്ലെ. യു എന്ന് പറയുന്നതാണ് ഇവിടെ എത്രയും തന്നേക്കുന്നത്? 20 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? റിയൽ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ്. കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും? മറുവശത്തല്ലേ ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോ റിയൽ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് 40 സെന്റിമീറ്റർ എവേ. അതായത് ഇവിടെ നിന്നും 40 സെന്റിമീറ്റർ എവേ ഒരു റിയൽ ഇമേജ് എന്തായി കിട്ടി എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഫോക്കസ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇവിടുത്തെ ഫോക്കസ് ആയിരിക്കും അല്ലേ എടുക്കേണ്ടുള്ളത്, അതായത് മറുവശത്തുള്ള. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ ആയിരിക്കുമല്ലോ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് സൈൻ ആയിരിക്കും? പറയാമോ? എന്തായിരിക്കും? അതായത് ഞാൻ പറഞ്ഞ ഫോക്കൽ ലെങ്ത് നമുക്ക് ഇവിടെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം എന്താണ്? നെഗറ്റീവും ഇപ്പുറത്തിരിക്കുന്ന പോസിറ്റീവും അല്ലേ. അപ്പൊ ഈ ഫോക്കസിലേക്കുള്ള ദൂരം അല്ലേ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന. അപ്പൊ കിട്ടാനുള്ള നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് സൈൻ ആയിരിക്കും? അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും? പറഞ്ഞേ.
പോസിറ്റീവ് ആയിരിക്കും. ഇല്ല, നിങ്ങൾ നോക്കൂ, ചെയ്ത് കഴിയുമ്പോൾ നോക്കൂ, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ ഇത് ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കൂ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ മുമ്പേ ക്രെഡിറ്റ് ചെയ്തേക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന പോസിറ്റീവ്. ഇത് നിങ്ങൾക്കും പറ്റും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇമേജ് ഒന്ന് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിന് ഈ ഇമേജ് ഒന്ന് വരച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ബൈ യു മൈനസ് വി അല്ലെ? ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് സൈൻ അറിയണ്ടേ? സൈൻ എങ്ങനെ അറിയണം? എങ്ങനെ അറിയാം? ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം നെഗറ്റീവ് അല്ലെ? അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് 20 സെന്റിമീറ്റർ. ഇനി അതിന് എതിർവശം എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് 40 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. യു ഇൻറ്റു വി, അതായത് മൈനസ് 20 ഇൻറ്റു പ്ലസ് 40 ബൈ മൈനസ് 20 മൈനസ് പ്ലസ് 40. നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ? അപ്പൊ ഇവിടെ നോക്കേ, ഇന്റിജേഴ്സ് ചെയ്യുന്ന അറിയാലോ. ഇന്റിജേഴ്സ് എങ്ങനെയാ ചെയ്യുന്നത്? മാത്സ് ബേസ് വേണം കേട്ടോ. ഇന്റിജേഴ്സ് എങ്ങനെയാ? മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ്? മൈനസ് ആണ്. അതായത് മൈനസ് 20 ഇൻറ്റു 40 എത്ര കിട്ടും? 2 ഇൻറ്റു 4 8 ആണ് അല്ലെ? അപ്പൊ ബാക്കി 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കുമ്പോ 800 ബൈ, ഇനി നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വന്നപ്പോ എന്തായി? അത് നെഗറ്റീവ് ആയി. അപ്പൊ മൈനസ് 20 മൈനസ് 40 എന്നായി അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കേ, മൈനസ് 800 ബൈ ഇതെങ്ങനെ ചെയ്യും? നെഗറ്റീവും നെഗറ്റീവും അല്ലെ? അതെങ്ങനെ ചെയ്യും? ഒരേ സൈൻ വന്നാൽ എന്താ വേണം? അവ തമ്മിൽ കൂട്ടിയിട്ട് അതേ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? മൈനസ് 800 ബൈ 20 പ്ലസ് 40 എത്രയാ? 60 അല്ലേ? 60 സൈൻ എന്താണ്? നെഗറ്റീവ്. ഇനി ഇതെങ്ങനെ ചെയ്യാം? സീറോയും ഈ സീറോയും ക്യാൻസൽ. ഇനി 6നെ 2 കൊണ്ട് ചെയ്യുമ്പോ 2 3s are 6 അല്ലേ? ഇവിടെ എത്ര? 4 2s are 8. ഓക്കെ അല്ലേ? അപ്പൊ ഈ സീറോയോട് കൊടുക്കുക. അപ്പൊ 14/3 എന്ന് കിട്ടും. അതായത് 14/3 is equal to 13.3 എന്ന് കിട്ടും. ഓക്കെ, 13.3 സെന്റിമീറ്റർ. അപ്പൊ ഫോക്കൽ ലെങ്ത് ഇവിടെ നോക്കിയ സൈൻ നോക്കിക്കേ, ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെയും മൈനസ് അല്ലേ? അപ്പൊ ഈ മൈനസും പോയി. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയില്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായി? പോസിറ്റീവ് 13.3. ആൻസർ ഇല്ല. അപ്പൊ ഫോക്കൽ ലെങ്ത് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് എത്രയാണ്? പോസിറ്റീവ് 13.3 13.3 സെന്റിമീറ്റർ ആണ് ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇതിനുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ തരും കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഇത്രയും പറഞ്ഞ കാര്യം നല്ലതുപോലെ വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിമൈൻഡ് അടിച്ച് വീണ്ടും കാണുക. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പം ബൈ.